ചിലപ്പോ കടിക്കും ചിലപ്പോ. നാട്ടിൽ കിടക്കുന്ന പട്ടികളെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ല. ഇത് വെച്ച് നമുക്ക് വരുമാനമുണ്ട്. എങ്ങനെ പോയാലും ഒരു 8 ഉണ്ട്. അസ്ഥി മാത്രം ഉണ്ടായിരുന്നു. അയ്യോ, നടക്കാൻ പോലും കഴിയില്ല. മനസ്സ് അങ്ങനെ ആയി പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയി പോയത്. മനുഷ്യ എന്താ പരിപാടി? ഇത് വളർത്തുപട്ടിയാണോ അതോ? അല്ല, എല്ലാം സ്ട്രേഡ് ഹൗസ് ആണ്. ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ നടക്കുമ്പോ ഇപ്പൊ ഡാമിൽ നിന്ന് ഇവിടം വരെയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പൊ നമ്മളിവിടെ ഫുഡൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ട് പിന്നെ അങ്ങനെ പോവാതെ പിന്നെ നമ്മളങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഇവിടെ കിടക്കുമ്പോൾ ആൾക്കാർ പറയും പിന്നെ റോഡല്ലേ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മള് പിന്നെ അതിവിടെ എങ്ങനെ ആവും. ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത്? ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു സഹായം പോലും ഇല്ലാതെ പട്ടികളെ വളർത്താനുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പാടല്ലേ? പാട് തന്നെ. അല്ല, എന്താ ഇങ്ങനെ ചിന്ത വരെയുള്ള കാരണം? ആദ്യം എടുത്ത് വളർത്തി പട്ടി അതിനകത്ത് നായ ഏതാ? അങ്ങനെ ചിന്തയല്ല. നമുക്കിപ്പോ ഒരു പട്ടി ഇങ്ങനെ ഒരു ക്രോസ് ബ്രീഡ് ഇവിടെ ഡാമിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ പട്ടി പൂച്ച അങ്ങനൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പൊ അതിനെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു ആഹാരം കൊടുത്തു ആകത്തിന് ശേഷം പിന്നെ അങ്ങനെ മൈൻഡ് ആകട്ടെ. നമ്മൾ ഡാമിൽ എപ്പോഴും സഞ്ചരിക്കും. ഡാമിൽ നിറയുണ്ട് സ്ട്രേഡ് ഹൗസ്. ഫുഡൊന്നും കൊടുക്കുക, പഞ്ചായത്ത് ഒരു കാര്യത്തിൽ ഇടപെടുക അങ്ങനൊന്നും ചെയ്യും. ഇതിനെ എവിടെ നിന്ന് കിട്ടുക ഈ നായെ? ഇത് ഡാമിൽ നിന്ന് ഇവിടെ വന്ന് നമ്മള് ആഹാരം കൊടുത്തപ്പോ പിന്നെ ഇതിവിടെ അങ്ങായി. കസേരയൊക്കെ കൊടുത്തേക്കുന്നേ അല്ലേ? അത് വലിയ മനസ്സല്ലേ? അത് നിങ്ങൾ ആർക്കും ഇല്ലാത്തൊരു മനസ്സല്ലേ? അങ്ങനെ നമ്മള് മനസ്സ് അങ്ങനെ ആയി പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയി പോയത്. അങ്ങനത്തെ മൈൻഡ് ആയതുകൊണ്ടാണ്. വിശപ്പ് മനുഷ്യനും എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് പോലും കൊടുക്കാൻ പഞ്ചായത്തിന് പഞ്ചായത്താണ് ശരിക്കും പറയാം ഇവിടെ അധികാരികൾ. അപ്പൊ ഇതിനകത്ത് ചുറ്റും നായ്ക്കളാ അല്ലേ? അവിടെ ഉണ്ട്. ഇവിടെ 2 എണ്ണം, ഈ 2 എണ്ണം, ഇനി 1 എണ്ണം ഉണ്ട്. അത് എങ്ങോട്ട് ഓടിപ്പോയി നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കടി കൊടുക്കുന്നില്ലയോ? നന്നായിട്ട് കടി കൂടും, വെള്ളം വെക്കും, തമ്മിൽ കടിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരായിട്ട് അങ്ങ് സെറ്റ് ആവും. മറ്റുള്ള ഡോഗ്സായിട്ട് അങ്ങ് സെറ്റ് ആവും. അല്ല, ഇങ്ങനെയുള്ള മനസ്സ് വലിയ കാര്യം മഞ്ജുഷയ്ക്ക് കിട്ടിയത്. മഞ്ജുഷയ്ക്ക് മൃഗങ്ങളൊക്കെ വലിയ ഇഷ്ടമാണോ? എനിക്ക് മിണ്ടാപ്രാണികളെല്ലാം വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ രണ്ടത്തെ ഫുഡ് കൊടുക്കാൻ നോക്കും. അത്രേ ഉള്ളൂ. രാത്രിയിലൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാം? ഇവിടെയൊക്കെ കിടക്കും. മഴയാകുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒതുങ്ങി ഇവിടെയൊക്കെ കിടക്കുന്നു. പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തോണ്ട് അത് നമുക്കൊരു ഇതല്ലേ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നേ നോക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകത്തില്ല അല്ലേ? നായ്ക്കൾ അങ്ങനെ ഒരു നേരം ഫുഡ് കിട്ടി ഒരു സൈഡിൽ നിന്ന് കിട്ടിയ പിന്നെ പോവില്ല. അതിനെ എവിടെ കിട്ടിയാ കാണിച്ചു? ഇതിനെയോ? ഇതിന് കുഞ്ഞ് പപ്പി ആയിരിക്കുമ്പോ തന്നെ നമ്മുടെ അവിടെ ആറ്റിന്റെ വരെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി 2-3 അമ്മ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് നിങ്ങളോ ആഹാരത്തിന് മാർഗമല്ല ജീവിക്കുക അല്ലേ? ഇതിനൊക്കെ ആഹാരമൊക്കെ എവിടെ നിപ്പിക്കും? ആഹാരം നമ്മൾ റേഷൻ അരി വാങ്ങും, പൈസ കൊടുത്തോ. നമ്മളങ്ങനെ ആരൊന്നും ചോദിച്ചങ്ങനെ വാങ്ങും. നമ്മളത് സ്വന്തമായിട്ട് ഉള്ളത് അവർക്ക് കൊടുത്തു. ഒരു നേരം അങ്ങനെ ഫുഡ് കൊടുക്കും. പേരൊക്കെ ഉണ്ടോ അതിന്? അതിന്റെ പേര് വിറയ്ക്കുന്നു. വാലട്ടി കുരക്കല്ലേ? പേടിച്ച് വിറച്ചിരിക്കുകയാണ് നിങ്ങളെ കണ്ടു. പേര് വിറയ്ക്കുന്നുണ്ടോ? അപ്പൊ അത്ര നമുക്ക് വാലാട്ടുന്നുണ്ടല്ലോ. ഷിവറിയാണ്, പേടിയാണ്, പേടി. അപ്പൊ ശരിക്കും അങ്ങനെ അതിന്റെ ഒരു ഇത്. അപ്പൊ വേറെ ഉദ്ദേശങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഒന്നും. ഞാൻ ഇപ്പോഴും നടന്നു പോകുമ്പോ ഒരു തെരുവുനായി കണ്ടാൽ നമുക്ക് എടുത്തുണ്ടെങ്കിൽ വരും. അങ്ങനെ തോന്നും. പക്ഷെ നമ്മുടെ സ്ഥല സൗകര്യം നമുക്ക് ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. നമുക്ക് സംരക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുമായിരുന്നു പാവം ഇങ്ങനെയൊക്കെ പിന്നെ പരിക്കേറ്റത് നിറയെ മുറിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് സംരക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ സൗകര്യമില്ല, സ്ഥലവും ഇല്ല. ആദ്യമായിട്ട് കിട്ടിയ നായ മരിച്ചുപോയി, ഡാമിൽ നിന്ന് കിട്ടിയതാ. ഏകദേശം എത്ര നായ്ക്കളെ വളർത്തിട്ടുണ്ട് ഇവിടെ? എല്ലാം കൂടെ ഒരു 10-12 ഇപ്പൊ എങ്ങനെ പോയാലും ഒരു 8 അവിടെ ഉണ്ട്. അതിനെ വിളിച്ച കേൾക്കും. ചിലപ്പോ കടിക്കും ചിലപ്പോ. നിങ്ങളുടെ വേണമെങ്കിൽ നമ്മുടെത്തൊക്കെ ഇണങ്ങിക്കും. ബാ, ഇതിന്റെ പേര് അമ്പ്രു എന്നാണ്. മറ്റത് കറുമ്പി. ബാ അമ്പ്രു, പേടിച്ചോളൂ. നിങ്ങളെ കണ്ട് പേടിച്ചോടുകയാണ് ഇങ്ങനെ. അപ്പൊ ഇത് പിന്നെ പേരിടണം. കാരണം ഡോഗിന് പേരിടുമ്പോ നമ്മള് വഴിതെറ്റി അലഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ നമ്മൾ മേളൊക്കെ പോയി നിന്ന് വിളിക്കും. പേര് വിളിച്ചാലേ അറിയാൻ പറ്റൂ. പേരതുകൊണ്ട് ഇടണം. ഏതൊക്കെ പേരുണ്ട് പറഞ്ഞേ? വാലാട്ടിന്ന് പേരുണ്ട്, ബ്ലാക്കിന്ന് പേരുണ്ട്, ചിക്കുന്ന് പേരുണ്ട്, അമ്പ്രൂന്ന് പേരുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ കൂടുതൽ. വായി തോന്നിയ പേരുകളൊക്കെ ചില പേരൊക്കെ ഇടും. എല്ലാവർക്കും അവരുടെ പേരുകൾ അറിയാം. അത് അമ്പ്രൂന്ന് വിളിച്ചാൽ അറിയാൻ പറ്റും. അമ്പ്രൂ വരണമെന്നുണ്ട്, നിങ്ങൾ നിൽക്കുന്നോണ്ടാണ് വരാത്തത്. എല്ലാം നല്ല അനുസരണമുള്ള നായ്ക്കളാണ്. പഠിപ്പിക്കണം. ആഹാരം കൊടുക്കുമ്പോ അവർ പറയാൻ കേൾക്കണ്ടായോ? എന്തു ആഹാരം കൊടുക്കും സാറിന്? നിങ്ങൾ കഴിക്കുന്നത് ചോറ്.
നിങ്ങൾ കഴിക്കുന്നത്? അമ്മയും മോളുമാണ് ഈ പണി ചെയ്യുന്നത് അല്ലേ? ആരും ചെയ്യാത്തൊരു ജോലി ചെയ്യുന്നു. അവിടെ ഞങ്ങൾ തിരക്കി വന്നത്. സാറിന് തെരുവ് പട്ടികളൊക്കെ കാണുമ്പോൾ എറിഞ്ഞു ഓടിച്ചു. തെരുവ് പട്ടികളെ ഇവിടെ പട്ടികളെ മെമ്പർ തന്നെ പറഞ്ഞ് പട്ടികൾ വന്നാൽ എറിഞ്ഞു ഓട്ടിക്കണം. അപ്പം പിന്നെ അവിടെ വരയില്ല, ആഹാരവും കൊടുക്കൂല, കഴിക്കണ്ട. ഇത് നമ്മളങ്ങ് ഡാമിലൊക്കെ പോകുമ്പോൾ വയറലഞ്ഞ് നടക്കണ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് വീട്ടുണ്ടാക്കി അങ്ങോട്ട് കാണുമ്പം കൊണ്ട് കൊടുക്കും. 1-2 ദിവസം ആകുമ്പം പിന്നെ അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. ഇനി വരുവാണെങ്കിൽ പിറക്കേന്ന് ഇങ്ങ് വരും വീട്ടിൽ. അങ്ങനെ കിടക്കുന്ന ഒരു പട്ടിയാണ് ആ കടയ്ക്കകത്ത് ഗ്രില്ലിനകത്ത് കിടക്കുന്നത്. ഞാനൊരു ദിവസം ചോറ് കൊണ്ട് കൊടുത്തിട്ട്, വാ മോനെ നിന്നെ കൊണ്ടുപോവാം, മഴയും പറഞ്ഞ് ഇവിടെ കിടക്കാനൊന്നും സ്ഥലമില്ല എന്നും പറഞ്ഞ് ആ സമയത്ത് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന പട്ടികളാണിത്. അനിയത്തിമാർ 3 ഇവരങ്ങോട്ട് 3 പേര് ഒരു റോഡിൻ്റെ സൈഡിൽ കിടന്നു. ആൾക്കാർ വരുമെങ്കിൽ കുഞ്ഞുങ്ങളെ ഒതുക്കി അണച്ച് കൊണ്ട് കിടന്നു. അവർ 2 പേരും ചത്തുപോയി. ഇവരേ ഉള്ളു ഇതും വഴിയിൽ കിടന്നത്. അങ്ങനെ നമ്മളെ പുറകേന്ന് വരും. ചെറുപ്പിലൊക്കെ പോകുമ്പോ ഇത് ഇവിടെ വന്ന് കിടന്ന് തള്ളയൊക്കെ മരിച്ചു. ഇതൊന്നും മാത്രമേ ശേഷിച്ചുള്ളൂ. പിന്നെ അതും വേറെ ഒന്നുണ്ട് അടുത്ത വീട്ടിലുള്ളത്. അതും 3-4 ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു പോയി. എന്റെ പൊന്നോ, കൊടുക്കുന്നുണ്ട് ആഹാരം. അവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള അമ്മ ഉണ്ടായിരുന്നു. ആഹാരം കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ വരുമാനം ഇല്ല. നിങ്ങൾക്ക് 2 അമ്മയ്ക്കും മോക്കും ഒരേ മനസ്സ് വന്നതാണ് അത്ഭുതം അല്ലേ? ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഒരേ മനസ്സ് വന്നതാണ്. പൂച്ചയായാലും പട്ടിയായാലും വിശപ്പ് നമ്മൾ അറിഞ്ഞതുകൊണ്ട് മറ്റുള്ളതിന്റെ വിശപ്പ് നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇനി ഒരു പട്ടി ഇങ്ങനെ ഇനിയും കൊണ്ടുവരും. കണ്ടാലും അങ്ങനെ കൊണ്ടുവരും. പക്ഷെ നമുക്കിവിടെ ഇടാൻ സൗകര്യം ഇല്ല. അങ്ങനെയാണ് ഉള്ള കാര്യം. അയ്യോ, നാട്ടുകാരോ നമ്മളെ തലയിൽ തീ കോരി ഇടുന്നു. നാട്ടിൽ കിടക്കുന്ന പട്ടികളെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ല. വീട്ടു നടകളിൽ ചെന്ന് ഓരോന്ന് എടുത്തോണ്ട് വരണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ്. നമുക്ക് ഇത് വെച്ച് നമുക്ക് വരുമാനമുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പറയുന്നുണ്ട്. നമ്മൾ ഈ അപരാധങ്ങളെല്ലാം കേട്ട് സഹിച്ചാണ് പിന്നെയും നമുക്ക് റേഷൻ അരി ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തില്. പൂച്ചയുണ്ട് അതിനകത്ത്. പൂച്ച 4-5 പൂച്ചയുണ്ട്. അസ്ഥി മാത്രം ഉണ്ടായിരുന്നു. അയ്യോ, നടക്കാൻ പോലും കഴിയില്ല. അങ്ങനെ എൻ്റെ മകള് കണ്ട് ഇത്തിരി ഒരു നേരത്തെ ഭക്ഷണം റോഡിൽ വെച്ച് കൊടുത്ത് അങ്ങനെ കഴിച്ചു. ഇനിയെന്നും വരും. നിങ്ങൾ 2 കൽപ്പിച്ച് ഇത്രയും ചെയ്തു. എത്ര വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നേ? 9 വർഷം. വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ ഇനിയിപ്പോ വേണ്ട ആവശ്യം എന്താ? ഇനി അലിഞ്ഞിരി കിടക്കുന്ന തെരുവുനാക്കളെ കാണുന്നതിന് വിഷമം അല്ലേ? അതെ. പിന്നെ നമുക്ക് ഒരു ഷെൽട്ടറിൽ മാറ്റാൻ പറ്റിയ സൗകര്യം, അവർക്ക് സൗകര്യമായിട്ട്, അതായത് സുരക്ഷിതമായിട്ട് മാറ്റും, സുരക്ഷിത സ്ഥാനത്തേക്ക്. അതാണ് നമ്മുടെ. ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ വന്ധ്യീകരിക്കാനുള്ള നടപടികൾ എടുക്കുന്നത്, അതിന് പെറ്റി പെരുകുന്നത് ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്, അവർ ചെയ്യുന്നില്ല. ഇത് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആരുമില്ലേ? എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുവോ? അല്ലേ? എല്ലാ സുഖസൗകര്യമുണ്ട്. ഓരോരുത്തർക്ക് കസേര വരെ കൊടുത്തേക്കുന്നത് അല്ലേ? മനുഷ്യ അംഗങ്ങളെണ്ണം കുറവില്ലല്ലേ? മനുഷ്യര് എണ്ണം കുറവില്ലല്ലേ? പരാതിയില്ല. വീട്ടിനകത്ത് കേറൂല. ഇവരൊക്കെ പുറത്തേ നിൽക്കുള്ളൂ. നമ്മുടെ ഫുഡെല്ലാം പുറത്തല്ലേ കൊടുക്കണം. പുറത്തല്ലേ കൊടുക്കുള്ളൂ. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളും പൊട്ടിയ കസേരയൊക്കെ എടുത്തും അവർക്കൊക്കെ കിടക്കാൻ കൊടുക്കും.